Okay, hi students. നമ്മൾ ഇവിടെ ഫോറിയർ ഇന്റഗ്രലിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഫോറിയർ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഫോറിയർ ഇന്റഗ്രൽ എന്ന് കേൾക്കുമ്പോഴേ അങ്ങ് പേടിക്കാതിരിക്കുക. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഇവിടെ സത്യത്തിൽ ഇന്റഗ്രേഷൻ ഒന്നും വലുതായിട്ട് നടക്കുന്നില്ല. നമ്മൾ ആ റിസൾട്ട് ഉപയോഗിച്ചുകളാണ് പലയിടത്തും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്രസ് ദ ഫംഗ്ഷൻ f of x equal to 1 for mod x less than or equal to 1 and 0 for mod x greater than. അതായത് -1നും 1നും ഇടയിൽ ഫംഗ്ഷൻ 1 ആണ്, ബാക്കിയുള്ളിടത്തെല്ലാം 0 ആണ്. ആസ് എ ഫോറിയർ ഇന്റഗ്രൽ, അതിനെ ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക, അതിൽ നിന്നും ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഫോറിയർ ഇന്റഗ്രൽ, നമ്മുടെ ഫസ്റ്റ് ഫോർമുല ഫോറിയർ ഇന്റഗ്രൽ ഓഫ് f of x is f of x equal to 1 by pi integral 0 to infinity and minus infinity to infinity f of t cos lambda into t minus x dt d lambda. ഇവിടെ രണ്ട് ഇന്റഗ്രലാണ്, ഒന്ന് 0 to infinity and മറ്റൊന്ന് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇതിൽ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻഷ്യലാണ് ഡി ടി. അതായത് ഇത് എഫ് ഓഫ് ടിയുടെ ലിമിറ്റാണ്, ടിയുടെ ഇൻ്റഗ്രലാണ്. ഇത് വെളിയിൽ കിടക്കുന്നത് 0 to infinity എന്ന് പറയുന്നത് നമ്മുടെ ലാംഡയുടെ ഇൻ്റഗ്രലുമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? f of x equal to 1 for mod x less than or equal to 1. നമുക്കറിയാം mod x less than or equal to 1 എന്ന് പറഞ്ഞാൽ -1 less than or equal to x less than or equal to 1. അതായത് -1നും 1നും ഇടയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 1 എന്നും ബാക്കിയുള്ള എല്ലാ ഏരിയയിലും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ എടുത്താൽ -∞ മുതൽ -1 വരെ 0 ആണ്, 1 മുതൽ 1 വരെ 1 ആണ്, അതിനപ്പുറത്തേക്ക് 0 ആണ്. അപ്പോൾ നമുക്ക് ഈ -∞ to infinity എന്ന് പറയുന്ന ഇന്റഗ്രലിനെ എങ്ങനെ മാറ്റാം? ഒന്ന് -∞ മുതൽ -1, അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഫംഗ്ഷൻ 0 ആണ്. പിന്നെ അടുത്തത് ഇന്റഗ്രൽ -1 to 1, അവിടെ ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു കോസ് ലാംഡ ഇൻറ്റു ടി മൈനസ് എക്സ് ഡി ടി ഡി ലാംഡ. അപ്പുറത്തും അതുപോലെ തന്നെ 1 to infinity വരുമ്പോഴും 0 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ വന്ന് നിൽക്കുന്നത് 1 by നമുക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്താ വരുന്നത്? 1 by pi integral 0 to infinity and integral -1 to 1 cos lambda into t minus x dt d lambda. ലാംഡയും കൂടെ നമുക്ക് അങ്ങ് അകത്തേക്ക് എടുക്കാം, അതായിരിക്കും നല്ലത്. cos lambda t minus lambda x dt d lambda. So that is equal to 1 by pi. ആദ്യത്തെ ഇന്റഗ്രൽ അതുപോലെ വെച്ചേക്കാതെ നമ്മളൊന്നും ചെയ്യത്തില്ല, നമുക്ക് ഇത് മാത്രം എടുത്താണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈ കോസ് ലാംഡ ടി മൈനസ് ലാംഡ എക്സ് ഡി ടി. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. കോസ് ടി ഡി ടി ആയിരുന്നെങ്കിൽ നമ്മൾ എന്തുമായി എഴുതുമായിരുന്നു? ആ കോസ് ആരുടെ ഇന്റഗ്രൽ ആണെന്ന് ആലോചിക്കുമായിരുന്നു. അപ്പോൾ സൈനിന്റെ ആണെന്ന് അറിയാം, അപ്പോൾ നമ്മൾ സൈൻ ടി എന്ന് എഴുതുമായിരുന്നു. ശരി, നമുക്ക് എഴുതാം. സോ സൈൻ. എന്നാൽ ടി എഴുതാൻ നേരം നമ്മൾ ആലോചിക്കണം, ടിക്ക് പകരം നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ലാംഡ ടി മൈനസ് ലാംഡ എക്സ് അല്ലേ, ഡി ടി ഡി ലാംഡ. പക്ഷേ ടിക്ക് പകരം മറ്റൊരാളാണ് ഇരിക്കുന്നതെങ്കിൽ അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇന്റഗ്രേഷൻ ആകുമ്പോൾ ഡിവൈഡ് ചെയ്യണം, ഡിഫറൻസിയേഷൻ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യണം. അതായത് ലാംഡ ടി മൈനസ് ലാംഡ എക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിലുള്ള ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാം. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം. സോ ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ്, നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് ലാംഡ ടി മൈനസ് ലാംഡ എക്സ്. സോ ലാംഡ ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് അത് മൊത്തം കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ 0. വിത്ത് റെസ്പെക്ട് ടിയിൽ എടുക്കുമ്പോൾ എക്സ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ ലാംഡ. ഇനി ഇവിടെ ഡി ടി വേണ്ട, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ലാംഡ ഓവർ ദ ലിമിറ്റ് -1 to 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1 by pi integral 0 to infinity. ആ ലാംഡയും കൂടി ഇനി പോരട്ടെ, വെളിയിൽ കിടക്കട്ടെ. 1 by lambda pi 0 to infinity. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സൈൻ ടിക്കാണ് കൊടുക്കുന്നത്, നമ്മൾ ടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ടിയുടെ ലിമിറ്റാണ്. അപ്പോൾ ടിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടിക്ക് 1 കൊടുക്കുമ്പം ലാംഡ മൈനസ് ലാംഡ എക്സ് മൈനസ് ലോവർ ലിമിറ്റ് -1 സൈൻ -λ - λx അല്ലേ.
d lambda. Okay, so that is equal to ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതുക 1 by lambda pi integral 0 to infinity sin lambda minus lambda x. ഇവിടുന്ന് ഒരു മൈനസ് ഇഞ്ച് പുറത്തെടുത്തു, അപ്പൊ പ്ലസ് sin lambda plus lambda x d lambda. Okay, ഇനി that is equal to 1 by lambda pi integral 0 to infinity എന്താ sin lambda minus lambda x, അതായത് sin a minus b. അപ്പം sin a minus b എന്ന് പറഞ്ഞാൽ sin a cos b പ്ലസ് മൈനസ് cos a sin b. പിന്നെ പ്ലസ് sin lambda plus lambda x. അപ്പോൾ sin a plus b, അപ്പോൾ എന്തായി sin a cos b പ്ലസ് cos a sin b d lambda. So that is equal to 1 by lambda pi integral 0 to infinity. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടേം, മറ്റടുത്ത് പോസിറ്റീവ് ടേം. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ കട്ട് ചെയ്ത് ബാക്കി നമുക്ക് എന്ത് വരുന്നു 2 times sin lambda cos lambda x d lambda കഴിഞ്ഞു. So that is equal to 2 by lambda pi അല്ലെങ്കിൽ 2 by pi ലാംഡ അകത്തേക്ക് എടുക്കാം 2 by pi integral 0 to infinity sin lambda cos lambda x by lambda d lambda കിട്ടി. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക, അതിൽ നിന്നും ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ. അതല്ലേ ഇപ്പൊ നമ്മുടെ കൈവശം വന്നിരിക്കുന്നത് sin lambda cos lambda x. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നത് ഇതാണ് 0 to infinity. ഓക്കെ, ഇന്റഗ്രൽ 0 to infinity sin lambda cos lambda x by lambda d lambda. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോ ഇന്റഗ്രൽ 0 to infinity sin lambda cos lambda x by lambda d lambda equal to ലെഫ്റ്റ് സൈഡിൽ എന്താ f of x. ഈ 2 by pi അങ്ങോട്ടും കൊണ്ടുപോയാലോ, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ pi by 2 into f of x ആയി. ഓക്കെ, ഇനി അപ്പോൾ pi by 2 into f of x ആയി. f of x എന്തായിരുന്നു? അപ്പോൾ ഇന്റഗ്രൽ 0 to infinity sin lambda cos lambda x by lambda d lambda equal to pi by 2 into f of x. f of x 1 for ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരുന്നു 1 for mod x less than or equal to 1, 0 for mod x greater than. അതായത് f of x നമ്മുടെ ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് 1 for mod x less than or equal to 1, 0 for mod x greater than 1 അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ആ ഇക്വാളിറ്റി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 for mod x less than 1, ആ ഇക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് x is equal to 1 ഒന്ന് നോക്കാം. അപ്പോൾ അറ്റ് x is equal to 1 നമുക്കറിയാം the Fourier series f of x converges to half of അതിന്റെ ലെഫ്റ്റ് ലിമിറ്റിന്റെയും റൈറ്റ് ലിമിറ്റിന്റെയും അരിത്തമെറ്റിക് മീനിലേക്ക്, അതായത് ഹാഫ് ഓഫ് f of 1 plus 0 plus f of 1 minus 0 ഓക്കെ, നമുക്ക് ഇത് ആവശ്യമില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 into f of 1 plus 0. 1 plus 0 എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ f of x ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് 1 for -1 less than or equal to x less than or equal to 1, 0 for x greater than 1. അപ്പോൾ 1 x greater than 1, 1ന് അപ്പുറത്തേക്കാണെങ്കിൽ f of x 0 ആണ്. അപ്പോൾ ഇവിടെ 1 plus 0 എന്ന് പറഞ്ഞാൽ 1ന് അപ്പുറത്താണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ 0 പ്ലസ് 1 minus 0 എന്ന് പറഞ്ഞാൽ 1ന് ഇപ്പുറം, അതായത് -1 1നിടയിൽ എന്ത് വരും, നമുക്ക് 1 കിട്ടും അല്ലേ. അപ്പോൾ അവിടെ 1 by 2 plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 by 2 കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 1 by 2 for x equal to 1 and 0 for x greater than. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഇന്റഗ്രൽ എന്ത് കിട്ടി, സോ ദാറ്റ് ഈസ് ഇവിടെയാണെങ്കിൽ pi by 2, ഇവിടെയാണെങ്കിൽ pi by 4, ഇവിടെ 0 for mod x less than 1, x equal to 1 and x greater than. ഓക്കെ, ഇത് ഓർത്തിരുന്നോളൂ, ഇത് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് വരുമ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ x is equal to 1 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ x is equal to 1 നമ്മൾ പറഞ്ഞു കണ്ടിന്യൂറ്റിയിലാണെങ്കിൽ അത് f of x കൺവേർജ് ചെയ്യും,
ഡിസ്കണ്ടിന്യൂറ്റിയിലാണെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റിന്റെയും റൈറ്റ് ലിമിറ്റിന്റെയും സമ്മിന്റെ ഹാഫിലോട്ടായിരിക്കും അത് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അറ്റ് h = 1 നമ്മൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/2 ഇൻറ്റു ഏത് പോയിന്റാണ് ഡിസ്കണ്ടിന്യൂറ്റി? 1. അപ്പോൾ 1ന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും, അതായത് എഫ് ഓഫ് 1 പ്ലസും എഫ് ഓഫ് 1 മൈനസ്. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് എന്ന് പറയുമ്പോൾ 0 ആണ്. 1 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിനകത്ത് വന്നത്, അതായത് 1. അപ്പോൾ ടോട്ടൽ നമുക്ക് 1/2 കിട്ടും. അപ്പോൾ π/2 × 1/2 എന്ന് പറയുന്നത് π/4. അപ്പം നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് π/2 ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1, π/4 അറ്റ് h = 1, 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഫോറിയർ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഇടുന്നെങ്കിലും നമ്മൾ സിംഗിൾ ഇൻ്റഗ്രലേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത സെഷനിൽ എടുക്കാം. ഓക്കെ.